രാവിലെ തന്നെ ഞാനും കിച്ചണും തമ്മിലുള്ള യുദ്ധം തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇതന്നെയാണല്ലോ നമ്മുടെ പണി എന്ന് പറയുന്നത്. രാത്രി കിടക്കാൻ പോകുമ്പോൾ ആലോചിക്കും രാവിലെ എന്ത് ഉണ്ടാക്കണം, കറി എന്ത് വെക്കണമെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ രാത്രി കറിയൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പിന്നെയും കുറച്ച് സമാധാനമാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അതും കൂടി ഉണ്ടാക്കേണ്ടി വരുമ്പോഴാണ് ഒന്നും കൂടി പണി നമുക്ക് കൂടുക. അങ്ങനെ ഞാൻ രാവിലെ തന്നെ മുട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറേ നാളായിട്ട് നമ്മൾ മുട്ടയപ്പം ഉണ്ടാക്കിയിട്ട് അങ്ങനെ പിന്നെ മുട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. ഇതൊക്കെ ആക്കിയിട്ട് മക്കളെ പറഞ്ഞയച്ചിട്ട് വേണം, ഇനിയും കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഇന്ന് നൂറിൻ്റെ പെങ്ങളും മക്കളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ വരും. നാളെ വീട്ടിൽ നിന്നും എല്ലാവരും വരും. ഏട്ടൻ്റെ വീട്ടിൽ കൂടലാന്ന് ഞാൻ പറഞ്ഞില്ലേ ഞായറാഴ്ച. അപ്പം ഇവിടെ അടുത്തായതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മളെ വീട് എത്ര നീറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും ആരെങ്കിലും വരുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെയും ഒന്നും കൂടി ഒരു വൃത്തിയാക്കലും ഇതാക്കലൊക്കെ ഒന്നും കൂടി കൂടും. അപ്പം അതിൻ്റെ പണിയൊക്കെ എനിക്കുണ്ട്. പിന്നെ ഉമ്മാക്ക് ഇന്ന് കുറച്ച് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കണം. അതിൻ്റെ ഒക്കെ പണി ബാക്കിൽ വന്ന് കിടക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവരെ അയച്ചിട്ട് വേണം ഇനി അതൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞാൻ മുട്ടയപ്പത്തിനുള്ള മാവൊക്കെ അരച്ചിട്ട് പിന്നെ അത് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ക്യാമറ വെച്ച സ്ഥലം മാറിപ്പോയിട്ട് അതാണ് ഈ വീഡിയോ ഇങ്ങനെ ആയിപ്പോയത്. അങ്ങനെ പിന്നെ അതൊരു സൈഡ് നാവുന്നുണ്ട്. പിന്നെ അയില ഉണ്ടായിരുന്നു, അപ്പം അത് കറി വെക്കാമെന്ന് വിചാരിച്ച്. ഇന്നലെ രാത്രി ബിരിയാണി ആയതുകൊണ്ട് തന്നെ കറി ഉണ്ടായിട്ടില്ല. എനിക്ക് ഈ ബിരിയാണിയൊക്കെ രാത്രി വെക്കാൻ ഭയങ്കര മടിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം കറിയും അപ്പമൊക്കെ ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കറി എന്തായാലും നമുക്ക് രാവിലെ ബാക്കിയുണ്ടാവും. ഈ ബിരിയാണിയൊക്കെ വെക്കുന്ന ദിവസം കറി ഇല്ലാണ്ടിരിക്കുമ്പോൾ ഭയങ്കര ഭ്രാന്താവും. അങ്ങനെ പിന്നെ നൂറാബി നാസ്ത കഴിക്കുന്നുണ്ട്. പിന്നെ നൈഹു എണീച്ചിട്ടില്ല, അവളെ പോയിട്ട് വിളിക്കലാണ്. അപ്പോഴാണ് കേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ ഇങ്ങനെ ഒരു ഒച്ച്? എന്താണെന്നറിയില്ല, എനിക്ക് തീരെ ഇഷ്ടമല്ല ഈ ഒരു സാധനത്തിനെ. നമ്മുടെ വീടിൻ്റെ അധിക സ്ഥലത്തും ഉണ്ടാവട്ടെ, എത്ര ഉപ്പിട്ട് നശിപ്പിക്കാൻ നോക്കിയാലും പിന്നെയും ഇത് വരും. അങ്ങനെ പിന്നെ നെയ്ഹുവിനെ എണീപ്പിച്ച് ഓളെ ഫ്രഷ് ആക്കിയിട്ട് അവിടെ നാസ്തയും കൊടുത്ത് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ സ്നാക്സിന് കൊടുക്കാനുള്ള പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്ത് വെക്കലാണ്. അതൊക്കെ കട്ട് ചെയ്ത് വെച്ച് പിന്നെ അവിടെ മുടിവാരി കൊടുക്കാൻ വേണ്ടി ഇറങ്ങി. ഏതായാലും ഇന്ന് ഉച്ചക്കത്തെ ലഞ്ച് രാവിലെ തന്നെ ആക്കിയിട്ടില്ല. മീൻകറി ആയതുകൊണ്ട് മുട്ടയപ്പം കൊടുക്കാനും പറ്റൂല. അതുകൊണ്ട് ഉച്ചക്ക് ചോറുണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അതും കൂടി ആകുമ്പോഴേ എല്ലാം കൂടി നടക്കൂല. പിന്നെ ഇതന്നെയല്ലേ നമ്മുടെ വീട്ടമ്മമാരുടെ പണി എന്ന് പറയുന്നത്. എന്താ പറയുക, രാവിലെ ആവും, നാസ്തയാക്കും, മക്കളെ സ്കൂളിലേക്കും വീട്ടിൽ പണിയൊരുക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്ക് ഈവനിങ് ആയി, അവർ വരാനായി. അപ്പോൾ ഞാൻ മുടിയൊക്കെ വാരി അവരെ രണ്ടാളെയും കൂടി സ്കൂളിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.